നിലമ്പൂർ പാട്ടക്കരിമ്പ ഉന്നതിയിലെ റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കോങ്ങാട് MLA കെ ശാന്തകുമാരി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. റോഡിന് നടുവിൽ നിൽക്കുന്ന മരം മുറിക്കാതെ ബാക്കി ഭാഗം കോൺക്രീറ്റ് പൂർത്തിയാക്കിയതാണ് വിമർശനത്തിനിടയാക്കിയത്. എന്നാൽ ശരിക്കും അങ്ങനെ മരം മുറിച്ചു നീക്കാതെ കോൺട്രാക്ടർ സ്ഥലം വിട്ടതാണോ? അക്കാര്യം നോക്കാൻ നമ്മുടെ ദീപക് മലയമ്മ പോയിട്ടുണ്ട്. കാണാം. ഒരിടത്തും കാണാത്തതാണ് ഈ പട്ടികവർഗ വിഭാഗങ്ങളെ പറ്റിക്കുന്ന പരിപാടി യഥാർത്ഥം ചെയ്തിട്ട് നോക്കുക. ഈ റോഡിന്റെ നടക്കുന്നത് എങ്ങനെയാണ് ഇവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത്? അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പ് ഉന്നതിയിലെ ഒരു റോഡിൻ്റെ ഡെഡ് എൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നതല്ലേ? സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കോങ്ങാട് MLA കെ ശാന്തകുമാരി പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് അത്യാവശ്യം ആളുകൾ ഇതിനോടകം തന്നെ കണ്ടു കഴിയുകയും ചെയ്തു. ഒരു റോഡ് രാജ്യസഭാ MP ഫണ്ടിൽ ഉൾപ്പെടുത്തി പദ്ധതി എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്നു. ആ റോഡ് പക്ഷേ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ആ റോഡിൻ്റെ ഒത്ത നടുക്ക് ഇങ്ങനെ ഒരു മരം നിൽക്കുന്നു എന്നുള്ളതാണ് MLA ചൂണ്ടിക്കാട്ടിയ വിഷയം. സ്വാഭാവികമായും എല്ലാവർക്കും സംശയം ഉണ്ടാവും, എന്താണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഒരു വശം വരെ റോഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ വരെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1.5 മീറ്ററോളം അകലത്തിൽ ഈ മരത്തിനെ ഒഴിവാക്കിയിട്ടതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് കോൺക്രീറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ റോഡ് അവിടെ ഡെഡ് എൻഡ് വരെ പോയി നിൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത്, അതിനപ്പുറത്ത് ഒരു 50 സെൻറ്റ് പ്ലോട്ട് കൂടി ഇവിടെ ഉള്ള ട്രൈബൽ ആളുകൾക്ക് അനുവദിച്ച ഭൂമിയുണ്ട്. അവിടേക്ക് ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ റോഡാക്കാം എന്നുള്ള ആശയത്തിലാണ് അവിടെ വരെ ചെയ്തിരിക്കുന്നതെന്ന്. പിന്നീടുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സംശയം എന്താണ്, എന്തിനാണ് ഈ മരം ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഇത് വനം വകുപ്പിൻ്റെ അനുമതി ഉണ്ടായാൽ മാത്രമേ ഈ മരം മുറിക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ DFOയുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ വരുന്ന 16-ാം തീയതി ഒരു ലേലം നടക്കുന്നുണ്ട്. ആ ലേലത്തിൽ ആരെങ്കിലും ഈ മരം പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് മുറിച്ചു മാറ്റുകയുള്ളൂ. അതിനുശേഷമേ ഇവിടുത്തെ പ്രവൃത്തി പൂർത്തിയാക്കാനും പറ്റൂ. അപ്പോൾ പാട്ടക്കരിമ്പ് ഉന്നതിയിലെ ഈ റോഡിൻ്റെ നടുക്ക് നിൽക്കുന്ന മരത്തെക്കുറിച്ചേ ആളുകൾക്ക് വലിയ സംശയമുണ്ട്. എനിക്കൊപ്പം ഉള്ളത് മെമ്പറാണ്. എന്താ ശരിക്കും സംഭവിച്ചത്? ഇത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് രാജ്യസഭാ അംഗം PV അബ്ദുൽ വഹാബ് സാഹിബിൻ്റെ 25 ലക്ഷം റുപ്യ ചെലവിൽ നിർമ്മിച്ചു വരുന്ന റോഡാണ്. ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 25-ലാണ് ഇതിൻ്റെ ടെൻഡർ കഴിഞ്ഞത്. ഇതിപ്പോൾ 16-ാം തീയതി ലേലത്തിന് ഫോറസ്റ്റ് വെച്ച മരമാണ്. ആ മരം 16-ാം തീയതി ലേലം ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മരം മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള പണി പൂർത്തീകരിക്കും. ഇപ്പോൾ പൊതുവേ ഒരു സംശയം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ MLA ഒക്കെ വന്നപ്പോൾ ആ സംശയം തന്നെ ആയിരിക്കാം. ഇത്രയും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതിന് മുൻപ് ലേലം ചെയ്ത് കൊടുത്താൽ ഇതും കൂടി അങ്ങ് പൂർത്തിയാക്കി കൂടായിരുന്നോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇത് MP ഫണ്ടായതുകൊണ്ട് ബ്ലോക്ക് ഓഫീസ് വഴിയാണ് വരിക. പിന്നെ ബ്ലോക്കിൽ നിന്നാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങി ബ്ലോക്ക് പിന്നെ ഡെപ്യൂട്ടി ഇയാളുണ്ട് BDO മൂപ്പരാണ് ഇതിന് പിന്നെ DFOക്ക് കത്ത് കൊടുക്കുന്നത്. DFO അത് റേഞ്ചർക്ക് കൊടുത്ത് റേഞ്ചറാണ് പിന്നെ ഡെപ്യൂട്ടി കൊടുത്തിട്ട് അവരാണ് ഇത് വന്ന് നോക്കിയിട്ട് ഇത് മുറിക്കേണ്ടത്. ആ ഒരു കാലയളവ് ഒരുപാട് ബൈ ഇലക്ഷനുകളും പെരുമാറ്റച്ചട്ടങ്ങളും നിലനിന്ന ഒരു പഞ്ചായത്തും ഒരു വാർഡുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു എന്നല്ലാതെ റോഡിൻ്റെ ഉദ്ഘാടനം കഴിയേ മറ്റുള്ള പേപ്പർ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രഹസനമാണ് ഇന്നലെ MLA ഇവിടെ നടത്തിയിട്ടുള്ളത്. അതൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുപ്പത്തിയാർക്ക് ചേർന്നൊരു പരിപാടിയല്ല എന്ന് മാത്രമേ എനിക്ക് കരുതുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും 16-ാം തീയതി കാര്യത്തിലൊരു തീരുമാനമാകും. അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഡെപ്യൂട്ടീനായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 16-ാം തീയതിക്ക് ലേലം വെച്ചിട്ടുണ്ട്. ആ ലേലത്തിൽ ആരും എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം കുറഞ്ഞ സ്ഥലമുള്ളത് അത് മെറ്റീരിയൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു മരം ഉണ്ടാക്കിയ വലിയ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മരം ഇനിയിപ്പോൾ ഇവിടുന്ന് മുറിച്ചു മാറ്റിയത് പൂർണ്ണ തോതിൽ ഇങ്ങനെ ഒരു റോഡായി മാറണമെങ്കിൽ ഈ വരുന്ന 16-ാം തീയതി ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ആ കാര്യത്തിനും ഉറപ്പുണ്ടല്ലോ അല്ലേ? വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ മാറി ഈ റോഡ് പൂർണ്ണമാവുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു നിജസ്ഥിതി അറിയുക എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള വരവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, റിപ്പോർട്ടർ, നിലമ്പൂർ. ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഓൺ സ്പോട്ട് ഫാക്ട് ചെക്കാണ് ഇപ്പോൾ ദീപക് മലയമ്മ പ്രേക്ഷകർക്കായി നടത്തിയത്. ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കും.